ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ പണ്ടൊക്കെ നമ്മുടെ എന്താ പറയുക മഞ്ഞപ്പത്രങ്ങളുണ്ടായിരുന്നില്ല, മഞ്ഞപ്പത്രങ്ങൾ. അതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോ ഗോസിപ്പുകളും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ യൂട്യൂബിലും അതേപോലെ തന്നെ മഞ്ഞപ്പത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ രോമാഞ്ചം, നീലക്കുയിൽ തുടങ്ങിയിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്ന ചാനലുകൾ സോഷ്യൽ മീഡിയയിലും യൂട്യൂബ് ചാനലിലും ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു നടിയെപ്പറ്റി ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട്, മഞ്ഞപ്പത്രം പോലെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ നടി ഏതാന്ന് വെച്ചാൽ പാർവതി ആർ കൃഷ്ണ. അപ്പോൾ അവരെ പറ്റിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അവർ പറഞ്ഞാൽ അവരുടെ എന്താ പറയുക, അവരൊരു നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ട് അവർ ഫോട്ടോഷൂട്ട് ചെയ്തു. ഫോട്ടോഷൂട്ട് ചെയ്യുന്നതാണ് എന്ന് വെച്ചാൽ ബീച്ചിൽ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഏതോ ഒരു ആംഗിളിൽ അങ്ങനെ ഫോട്ടോ എടുത്തിട്ട് ഒരു വൃത്തികെട്ട രീതിയിൽ ഫോട്ടോ എടുത്ത ശേഷം അവരുടെ രോമാഞ്ചം എന്ന് പറയുന്ന ആ ചാനലിലേക്ക് ഇട്ടു. എന്നിട്ട് അവർ ആ ചാനൽ പൂട്ടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി അങ്ങനെയുള്ള കണ്ടൻറ്റുകൾ, അങ്ങനെയുള്ള അവരായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വരികയാണെങ്കിൽ അങ്ങനെയുള്ള ചാനലുകളെല്ലാം പൂട്ടിപ്പോവും എന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഇതേപോലെ നമ്മളും പ്രതികരിക്കണം. അപ്പോൾ ഇവർ ഫേമസ് ആയിട്ടുള്ള ആക്ടേഴ്സ്, അങ്ങനെയുള്ള ആക്ടേഴ്സ്, ഫേമസ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ്, അങ്ങനെയുള്ളവരെയൊക്കെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഇതേപോലുള്ള മഞ്ഞപ്പത്രങ്ങളായിട്ടുള്ള നീലക്കുയിൽ, രോമാഞ്ചം തുടങ്ങിയിട്ടുള്ള ചാനലുകൾ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ ആലോചിക്കുന്നത്, ഇവർക്ക് ഇതുകൊണ്ട് ചെയ്തുകൊണ്ട് എന്ത് നേട്ടമാണ് ഉള്ളത്? ഇപ്പോൾ ഇവർ ഇങ്ങനെ എന്താണ് ഇവരുടെ ചാനൽ അങ്ങനെ ഒരു ഭയങ്കര ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട്, അപ്പം നേരെയല്ല അവർ ഫോട്ടോ എടുക്കുന്നത്, വേറെ ഏതോ ആംഗിളിൽ ഫോട്ടോ എടുക്കും. ചിലപ്പോൾ താഴെ നിന്നിട്ട് ഫോട്ടോ എടുക്കും, അല്ലെങ്കിൽ മേലെ നിന്ന്, അങ്ങനെയൊക്കെയാണ് ഇവർ ഫോട്ടോ എടുത്തിട്ട് അവരുടെ ചാനലിലേക്ക് ഇടുന്നത്. അപ്പം നല്ല വ്യൂസും കാര്യങ്ങളും ഒക്കെ അതിൽ കയറും. അങ്ങനെയാണ് ഈ നടീൻ്റെയും അങ്ങനെ തന്നെയാണ് ചെയ്തത്. അപ്പോൾ എന്ത് പറഞ്ഞാലും ആ ചാനൽ പൂട്ടിപ്പോയി. അപ്പോൾ ഇങ്ങനെയുള്ളതൊന്നും ചെയ്യാതിരിക്കുക. എന്തിനാണ് അവരെ ഇങ്ങനെ ഇതാക്കുന്നത്? ഫേമസ് ഉള്ള ആക്ടേഴ്സിന് മാത്രം, അതേപോലെ കുറേ പേര് ഇതിനകത്ത് ഇതായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രതികരിച്ചത് പാർവതി തന്നെയാണ്. അപ്പോൾ പാർവതിക്ക് ഒരു ബിഗ് സല്യൂട്ട് തരികയാണ്. ഇപ്പോൾ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിച്ചിട്ടില്ലെങ്കിൽ ഇതേപോലുള്ള ഗോസിപ്പുകൾ ഇനിയും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ അവൾ പ്രതികരിക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ അയാൾ മോശമായിട്ടുള്ള ഒരു ഇതും ചെയ്തിട്ടില്ല. അപ്പോൾ അവരുടെ ഒരു ഇതിനകത്ത് ഫോട്ടോഷൂട്ട് ചെയ്തതാണ്. ഇതൊരു മീഡിയക്കാരെ ഏറ്റെടുത്തിട്ട് അവർ വേറൊരു ആംഗിൾ കൂടെ എടുത്ത് അവരുടെ ചാനലിലേക്ക് ഇട്ട് ഭയങ്കര വ്യൂസ് കൂട്ടി. അങ്ങനെ എന്തായി, അവരുടെ ചാനൽ പൂട്ടി. നടി പ്രതികരിച്ചു, എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവരുടെ ചാനൽ പൂട്ടിപ്പോയി. അപ്പോൾ ഞാൻ പറയുന്നത്, ഇതേപോലുള്ള മഞ്ഞപ്പത്രങ്ങൾ, പണ്ടായിരുന്നു മഞ്ഞപ്പത്രങ്ങൾ ഉണ്ടായിരുന്നത്, ഇപ്പോൾ അതിന് പകരം പുതിയ ചാനലുകൾ തുടങ്ങി, രോമാഞ്ചം, നീലക്കുയിൽ തുടങ്ങിയിട്ടുള്ള ചാനലുകൾ. അപ്പോൾ എന്ത് നേട്ടമാണ് നിങ്ങൾക്കിത് ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്നത്? ഇങ്ങനെ ഫേമസ് ആയിട്ടുള്ളവർ, അവർ ചിലപ്പോൾ ഒരു ഇനഗ്രേഷൻ ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എവിടെയെങ്കിലും യാത്ര പോകുന്നത്, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പം അവർക്ക് കംഫർട്ടായിട്ടുള്ള രീതിയിലൊക്കെ ആയിരിക്കും ഡ്രസ്സുകളൊക്കെ ധരിക്കുന്നത്. അപ്പോൾ അതിനെ ഇങ്ങനെ ചൂഷണം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ഒട്ടും നാണവും മാനവുമൊന്നുമില്ല. പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത് പുരുഷന്മാരാണ്. പുരുഷന്മാരിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലുള്ള ചാനലുകൾ ഇങ്ങനെയുള്ള ഇതൊക്കെ അശ്ലീലമായിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളും എല്ലാം, വീഡിയോസും എല്ലാം ഇടുന്നത്. എന്തായാലും ആ ചാനൽ നല്ലൊരു പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാനുള്ളത്. ടാറ്റാ, ബൈ ബൈ.